ആടാ ലോറൻസ് എന്താടാ പറയടാ. അവനെ നമ്മൾ ഒതുക്കില്ലേ ഡേവിഡിനെ. നമ്മള് പറയുന്ന ഡേവിഡിനെ ഒതുക്കിയല്ലേ. ഇനി നമുക്ക് പേടിക്കണ്ട, ഇനി ആ മാർട്ടിനെയാണ് നോക്കേണ്ടത്. അവനെ നമുക്ക് ശരിയാക്കാം. മാത്തിയല്ലേ, മാത്തിനെ നമുക്ക് ശരിയാക്കണോ? അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഡാൻസ് ചെയ്യാം. നമ്മളെന്തായാലും മാത്തിനെ ഒതുക്കാൻ പോകുന്നില്ല, അതിന്റെ മുമ്പായിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം. ഞാൻ ഒരു സ്റ്റെപ്പ് കാണിച്ചു തരാം, ഇങ്ങനെയാണ്. ഇങ്ങനെ കളിക്കണല്ലേ. ഒരു മിനിറ്റ്, അതിന്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്. പിന്നെ ഒരു അടിപൊളി ഗെയിം പ്ലേ കളിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം. എന്നും അതുപോലത്തെ വീഡിയോസ് കൂടുതൽ ഇറങ്ങുന്നതായിരിക്കും. അപ്പൊ ഇവിടെ എന്തെന്ന് പറഞ്ഞേ, അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഡാൻസ് ചെയ്യാം. ഡാൻസ് അല്ലേ, ഓക്കെ നമുക്ക് ഡാൻസ് കളിക്കാം. സംഭവം എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒപ്പരം കളിക്കാം. 3, 2, 1 സ്റ്റാർട്ട്. അനങ്ങാണ്ടിരിക്കുന്നതിനും അടി കൊണ്ടതാണ് എല്ലാത്തിനും പ്രശ്നമായത്. മൊത്തിയാട്ടക്കം കൊണ്ടുവരാ പവറങ്ങി കയറി. എന്തായാലും ഭയങ്കര ടഫ് സ്റ്റെപ്പാണ്. അതായത് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും റൂമിൽ നിന്നും കക്കൂസിൽ നിന്ന് റീൽ എടുത്തിട്ട് നാട്ടുകാരും വീട്ടുകാരും കൂടി പുറത്താക്കിയപ്പോൾ നേരെ റോട്ടുമലേക്ക് വന്നതാണ്. നമ്മളല്ല ഈ റോട്ടിന്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ നിലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അരണയോ എന്തെല്ലാം വണ്ടി കയറിയിരിക്കുന്ന ചതഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും. എല്ലാവരും ശ്രദ്ധിച്ചിനോന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതേത് റോഡാന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ റോഡിന്റെ സൈഡിലോട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എപ്പെങ്കിലും ഒരു ദിവസം കാണാൻ പറ്റും. റീലെടുത്ത് ഭ്രാന്തായതെന്ന് തോന്നുന്നു. റോട്ടിന്റെ നടുവെന്നാ റീലെടുക്കുന്നത്. കൊടുങ്ങല്ലൊരു പെണ്ണാള് കൊടുവാളെടുത്ത് 3 weeks later. ചുടുതാരി കച്ചോര 2000 years later. നീരാട് കഴിഞ്ഞ. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഡാൻസ് ചെയ്യാം. 14 15 ലൈക്ക് ഉണ്ട്. 22 സെക്കൻഡ് വീഡിയോ ആണ്. അന്റെ 22 സെക്കൻഡ് വെറുതെ പോയി. വീഡിയോ തുടങ്ങിയത് മുതൽ തീരുന്നവരെ ഇത് തന്നെ. ഈ റീൽസ് കണ്ട് കണ്ട് മനുഷ്യന്മാർക്ക് മാനസികമായി. ഞാൻ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഡാൻസ് ചെയ്യാം. ഗൈസ്, ഇന്നത്തെ വീഡിയോ സ്പോൺസർ ഇനി കുറച്ച് വെള്ളം. അല്ല എനിക്ക് വേണ്ട, എനിക്ക് വെള്ളം ഇപ്പം വേണ്ട, ദാഹിക്കുന്നില്ല. അങ്ങനെ പറയുന്ന അല്ല എനിക്കിപ്പോ വെള്ളം വേണ്ട, എനിക്ക് ദാഹിക്കുന്നില്ല, എന്റെ വയറ് ഫുള്ളായി. അങ്ങനെ പറയുന്ന വെള്ളം എനിക്കിപ്പോ വേണ്ട, എനിക്ക് വയറ് ഫുള്ളായി, ഇപ്പൊ കുടിക്കുന്നില്ല. ഞാൻ കുടിക്കുവെള്ളം. എന്നാ ഓക്കെ, വെള്ളം കുടിക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഡാൻസ് ചെയ്യാം. ലേസിന്റെ കമ്പനി പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തതാന്ന് തോന്നുന്നുണ്ട്. എന്നെ ശരിക്കും 20-30 ഒക്കെ ലൈക്ക് ഉണ്ട്. എന്തായാലും ലേസിന്റെ കമ്പനിക്ക് ഒരു ഫ്രീ പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഡാൻസ് ചെയ്യാം. എന്തിനാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ മ്യൂസിക് ഇട്ടത്? എന്താണ് ഈ വീഡിയോയിൽ നിന്നും ഉദ്ദേശിച്ചത്? എന്തിനാണ് ഈ ലേസ്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അതെല്ലാം മനസ്സിൽ തന്നെ വെച്ചോ, ആരോട് ചോദിക്കാനൊന്നും പറ്റൂല. അങ്ങനെ ചോദിച്ചിട്ട് കാര്യം ഇതിനൊന്നും ഉത്തരം കിട്ടാനും പോകുന്നില്ല. മോനാ ലേസ് എന്നിട്ടുള്ള ആക്ഷനാണ് സെറ്റ്.
Method. You are finished. അതായത് അതില്ലേ എന്നോട് പറഞ്ഞ് റീൽസിൽ വീഡിയോ ഇടുമ്പോ കോപ്പി റൈറ്റ് വരൂ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഒരു മ്യൂസിക് ഇട്ടിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പം പിന്നെ ഈ കോപ്പി റൈറ്റ് വരൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടാണ്ട് മറ്റേ ഞാൻ തന്നെ മ്യൂസിക് ഇട്ടത്. എല്ലാം ഓക്കെ. ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഇതെന്തിനാ മൂക്ക് ചെയ്തിട്ട് ഒരക്കുന്നു? ഗൈസ്, ഏകദേശം 2022 എല്ലാം കഴിയാനായി. 2023 ഈ റീൽസിന്റെ എല്ലാ അവസ്ഥ എന്താന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇവനിക്കെല്ലാം റീൽസ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്ത ആൾക്കാർക്ക് 2 ചോട്ട് കൊടുക്കണം തലക്ക്. ആൾക്കാരെല്ലാം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഐഫോണും DSLR മായച്ചിട്ട് ക്രിയേറ്റീവായി ക്വാളിറ്റി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന റീച്ചും വ്യൂസും എല്ലാം പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കാലത്ത് നിങ്ങൾക്ക് വ്യൂസ് വേണമെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലത്തെ നോക്കിയന്റെ ഫോണും ഈ ക്യാമറയാണ്. ഈ ക്യാമറ 2 മെഗാ പിക്സലാണ്. ഞാൻ പറയുന്ന ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റീച്ച് കിട്ടും ഗൈസ്. ഇതുപോലത്തെ ഒരു ഫോൺ വീഡിയോ എടുക്കുന്നവർക്ക് ഒരു ക്രിയേറ്റിവിറ്റിയോ സ്കില്ലോ ആവശ്യമില്ല. നേരെ നിന്ന് ക്യാമറ എടുക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന ആള് ഇതുപോലെ ചുമരിന്റെ മോളും മരത്തിന്റെ മോളിലേക്ക് ഇങ്ങനെ പറ്റിക്കണം. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് പോലും ചെയ്യാണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയിടുക. അന്നേരം ഈ കാണുന്ന ആൾക്കാർ വിചാരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല, പൊട്ടനാണ്, എനിക്ക് ബുദ്ധിയില്ല. എന്നിട്ട് എല്ലാവരും ലൈക്ക് അടിക്കും. അപ്പൊ ഈ ലൈക്ക് അടിക്കുമ്പോൾ ഈ വീഡിയോ നേരെ റീച്ചിലേക്ക് എത്തുന്നു. അപ്പോ ഈ പൊട്ടത്തരം എല്ലാരും കാണുന്നു. അപ്പൊ എല്ലാരും വിചാരിക്കുന്നു ഇവൻ പൊട്ടനാണ്. അപ്പൊ ശരിക്കും ആരാ പൊട്ടൻ? ഇവൻ പൊട്ടനാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ശരിക്കും പൊട്ടൻ. സത്യം പറഞ്ഞ ഇവൻ പൊട്ടനല്ല, ഇവൻ ബുദ്ധിമാനാണ്. പൊട്ടനാന്ന് വിചാരിച്ചിട്ട് ലൈക്ക് അടിക്കുന്ന ആൾക്കാരാണ് ശരിക്കുള്ള പൊട്ടൻ. അങ്ങനെ കുറെ ആൾക്കാർ ലൈക്ക് അടിക്കുന്നു, നേരെ റീച്ചിലേക്ക് എത്തുന്നു, നിങ്ങളെ വീഡിയോ വൈറലാവുന്നു. പിന്നെ എന്നെപ്പോലത്തെ ആൾക്കാർ ഈ വീഡിയോസ് എടുക്കുന്നു, അതിനെ റിയാക്ട് ചെയ്യുന്നു, പിന്നെ എയറിലേക്ക് കയറ്റുന്നു. അതുകൊണ്ട് ഒന്നിങ്ങത്തെ മായ്ച്ചു വെച്ച ആവശ്യം വരും. Ужин не готов. Ждешь мою любовь. Ждешь мою любовь. ഇത് നമ്മൾ നേരത്തെ കണ്ട മൂത്താപ്പില്ല, മൂത്താപ്പന്റെ മോനാന്ന് തോന്നുന്നുണ്ട്. മൂത്താപ്പ നേരത്തെ മരത്തുമ്മേലു, ഇപ്പൊ മതിലുമേലു. അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് ഡാൻസ് ചെയ്യാം. ഒരു കുപ്പായ എടുത്ത് നിലത്തിട്ടപ്പോൾ പെട്ടെന്ന് എടുത്ത് അപ്രത്യക്ഷപ്പെട്ടു. ആ കുപ്പായ എടുത്ത് നേരെ മതിൽമേലിട്ടപ്പോൾ അവിടെയും ഒരുത്തിന് അപ്രത്യക്ഷപ്പെട്ടു. അവിടെ അവനക്ക് അവസ്മാരം വന്ന്. പിന്നെ ചെരുപ്പ് നിലത്തിട്ടപ്പോൾ അവിടെ ഒരുത്തിന് അപ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ ചെരുപ്പ് പൊട്ടിച്ച് അവനെ ഓടുന്നു. തൂറാൻ മുട്ടിയിട്ട് ഓടിയ പോലെ ഉണ്ട്. ഇതാ പറഞ്ഞത് അമിതമായി സ്നേഹിക്കാൻ പാടില്ല. അപ്പൊ എന്തായി? അടിച്ച് മുട്ട പൊടിച്ചില്ലേ? ഇനിയും അങ്ങനെ കഴിച്ചിട്ട് കാര്യമുണ്ടോ തോന്നില്ല. ഓക്കെ ബൈ. ഇവൻ നമ്മളെ പോലത്തെ സിംഗിളായിട്ട് നടക്കുന്ന ആൾക്കാരെ കരയിപ്പിച്ച് അടങ്ങുന്ന ശബ്ദം ചെയ്തതാന്ന് തോന്നുന്നുണ്ട്. 2 പെമ്പിള്ളേർ ഇവനെ ഇട്ട് ഓടിക്കുന്നു. ഇവൻ അത്രക്കും ഭയങ്കര സംഭവമാണോ? അനക്ക് ഉണക്കത്തേങ്ങ പോലെ കണ്ടിട്ട് തോന്നുന്നത്. അല്ല എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ? ഇനി ശരിക്കും ഇതൊരു നേന്ത്രപ്പായാണോ? അല്ലെ ഈ 3 പെമ്പിള്ളേരല്ലേ ഇട്ട് ഓടിക്കുന്ന കണ്ടിട്ട് ചോദിച്ചതാ. എന്തായാലും എനിക്ക് ഈ 3 പെമ്പിള്ളേരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ ആമ്പിള്ളേർ ഇല്ലാത്ത നാട്ടിലാണോ ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ട്രെയിനിലോ കാറിലോ ബസ്സിലോ പ്ലെയിനിലോ എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് വാ. നിങ്ങൾ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കി തരാം. ഇതിലിപ്പോ ഏത് ബോളാ നോക്കേണ്ടത്? ഗോൾ അടിച്ച ബോളാണോ അല്ലെങ്കിൽ ഈ തൂങ്ങുന്ന ബോളാണോ? അല്ലെങ്കിൽ ആ ബോൾ അടിച്ച് ഗോളാക്കിയ ഈ ബോൾ തൂങ്ങിപ്പോയതാണോ?
ഗൈസ് അടുത്ത പോലെ ഞാൻ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതാണ്. എനിക്ക് മടുത്ത് ഈ ഉണക്ക പോലത്തെ റീൽസ് കണ്ടിട്ട്. അപ്പൊ ഗൈസ് ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. ഗൈസ് നമ്മളെ ഗെയിം വീഡിയോ ആരും മറക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട്. എല്ലാവരും പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. ഗൈസ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്നും അതുപോലത്തെ കൂടുതൽ വീഡിയോസ് നമ്മൾ ഇറക്കുന്നതായിരിക്കും. എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.